നമസ്കാരം. നാളെ ജൂലൈ 25 വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേഹസുഖം, മനസുഖം ഒരൽപ്പം കുറയുകയോ സമ്മിശ്രമായി ഇരിക്കുകയോ ചെയ്യുന്ന ദിവസമായിരിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വരുമാനങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറും. കൂടാതെ ചില കാര്യങ്ങൾ ശ്രദ്ധക്കുറവിനാൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചില അവസരങ്ങളാകാം. കുടുംബത്തിൽ സമാധാനം പുലരുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ലഘു യാത്രകളുമായി ബന്ധപ്പെട്ട് കാര്യസാധ്യം വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഏകാഗ്രത കുറയുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ആലസ്യം വന്നു ചേരുന്നതിനാൽ ചില നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചുമതലകൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വേതന വർധനവിനുള്ള സാധ്യതകളില്ല. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാകുന്നു. എന്നാൽ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ചില കൂടിയാലോചനകളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മേലധികാരികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ, അത്തരം ചില ചർച്ചകൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ അല്പമൊരു കാലതാമസം നേരിടേണ്ടതായ ദിവസമായി മാറാം. കടം വാങ്ങാതിരിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവിയെ ഭജിക്കുന്നത്, സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിച്ച് ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും, സാധിക്കുന്നവർ ഫലങ്ങളോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ പായസമോ ദേവിക്ക് സമർപ്പിച്ച്, മഹാലക്ഷ്മിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലം തന്നെയായ ദിവസം തന്നെയാകുന്നു. പല രീതിയിലും ചിന്തകൾ അനുകൂലമായി തീരാം. പ്രിയജനങ്ങളുടെ ഒത്തുചേരൽ സന്തോഷകരമായ നിമിഷം നൽകും. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്ന ദിവസമായി മാറാം. ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വസ്ത്രാഭരണാദികൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിക്കാം. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ സാധിക്കും. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നേറുവാൻ സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്തുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം ആത്മീയ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരാം, ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഇഷ്ടപ്പെട്ടവരുടെ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കുന്ന സമയമാകുന്നു. പ്രണയ സാഫല്യം വന്ന് ചേരുന്ന ദിവസമായി മാറാം. പ്രണയികൾക്ക് അനുകൂലം തന്നെയാകുന്നു.
ചില കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായ പരിഹാരം ലഭിക്കുകയോ ചെയ്യാം. ചില കാര്യങ്ങളിൽ പിണക്കങ്ങൾ നേരിടേണ്ടതായി വരാം. വിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണച്ചെലവേറുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളാലും ധനം കൂടുതൽ ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശുഭകാര്യങ്ങൾ പലതും ചെയ്യുവാൻ സാധിക്കും. കാര്യാസൂത്രണം അനുകൂലമായി തീരുന്ന ദിവസമാണ്. ജോലി തേടുന്നവർക്കും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ ഉയർച്ച ലഭിക്കുന്നതായ ഒരു ദിവസം തന്നെയാണ്. ദേഹക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. കൂടാതെ പൊതുവിൽ അനുകൂലമായ ദിവസം തന്നെയാണ് വന്നു ചേരുക. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും നെയ്വിളക്ക് തെളിയിച്ച് പ്രത്യേകിച്ചും ഭദ്രദീപം തെളിയിച്ച് ഇന്നേ ദിവസം ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും ദേവിക്ക് നിങ്ങളാൽ സാധിക്കുന്നതായ കാര്യങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. അത് മധുര പലഹാരങ്ങളോ ഫലങ്ങളോ അല്ലെങ്കിൽ പായസമോ ആകാം. സാധിക്കാത്തവർ പുഷ്പമാണ് എങ്കിലും ദേവിക്ക് അർപ്പിച്ച് ഇന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കുക. ദേവി മന്ത്രങ്ങൾ ജപിക്കുക. മഹാലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ചും കർക്കിടകവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ കഴിഞ്ഞു വരുന്ന ഒരു ദിവസം തന്നെയാണ് ഇവർക്ക്. അധ്വാനം പാഴാവില്ല എന്നുള്ളതാണ്. മൂല്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. സഹപ്രവർത്തകർക്ക് പോലും നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. ചെറുകിട സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പോലും ആദായം ലഭിച്ച് തുടങ്ങുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ആലോചനകൾ നടത്തിയതിനു ശേഷം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആശ്വാസകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലരുടെയും ക്ലേശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സഹായം ലഭിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നേ ദിവസം. കൂടാതെ ലഘു യത്നം കൊണ്ട് തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക. തൊഴിൽപരമായ പുരോഗതി, ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. പ്രവൃത്തികളിൽ മിടുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വായ്പയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ചില ടെൻഷനുകൾ വന്നു ചേരാം. ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നതായ ഒരു ദിവസം കൂടിയാകുന്നു. സാമൂഹികപരമായ കാര്യങ്ങളിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കലാപരമായ കഴിവുകൾ അഭിനന്ദിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയായി മാറും. വാഗ്ദാനങ്ങൾ പലതും പാലിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായി മാറാം. വ്യാപാര കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. സ്വതസിദ്ധമായ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നേറുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതല്ല, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കുവാൻ സാധിക്കും. ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ സാധിക്കും വിധം ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കലഹങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ആശ്വസിപ്പിക്കാൻ ചില വ്യക്തികൾ ഒപ്പമുണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ജാഗ്രത കൈവിടാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും പ്രത്യേകിച്ചും ദേവിക്ക് ഇന്നേ ദിവസം സാധിക്കുന്നതായ വസ്തുക്കൾ, അത് മധുര പലഹാരങ്ങളോ പായസമോ ഫലവർഗങ്ങളോ അതല്ല എങ്കിൽ പുഷ്പമാണ് എങ്കിലും ദേവിക്ക് സമർപ്പിച്ച് ഭദ്രദീപം നെയ്വിളക്ക് തന്നെ തെളിയിച്ച് ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങൾക്ക് ഉയർച്ച പ്രദാനം ചെയ്യും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി വന്ന് ചേരുന്ന ദിവസമായി തന്നെ മാറും. കൂടുതൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിനെയും നിസാരമായി കണ്ടു എന്ന് വരുന്നതല്ല. സഹപ്രവർത്തകരെ പോലും വിശ്വാസത്തിൽ എടുക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. വിശ്രമിക്കാൻ പോലും വേണ്ടത്ര സമയം ലഭിക്കണം എന്നില്ല.
കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ശരിവയ്ക്കും വിധം മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ധനാഗമം സുഗമമായി തന്നെ മുന്നോട്ട് പോകും. ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഏതൊരു കാര്യത്തിലും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടാം. ചിലരോട് തോന്നിയ ബഹുമാനം ഇല്ലാതാകുവാനുള്ള സാധ്യതകളുണ്ട്. ജീവിത സ്നേഹം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കാര്യങ്ങളെ നേർവഴിക്കാക്കുവാൻ ക്ലേശിച്ചിട്ടാണ് എങ്കിലും വിജയിക്കുന്നതാകുന്നു. കുടുംബത്തിന്റെ വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കുന്ന സമയമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ദേഹസുഖം മനസുഖം നിങ്ങൾക്ക് സമ്മിശ്രമായിരിക്കുന്ന സമയമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്തസംഘർഷം ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും കൂടിയാലോചനകൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതായ സാഹചര്യം വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഇന്നേ ദിവസം നിങ്ങൾ ആരാധിക്കുകയും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ദേവിക്ക് നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. സാധിക്കുമെങ്കിൽ ഭദ്രദീപം തന്നെയാണ് തെളിയിക്കേണ്ടത്. കൂടാതെ ഇന്നേ ദിവസം മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളോ പായസമോ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. സാധിക്കുന്നില്ല എങ്കിൽ പുഷ്പങ്ങളാണ് എങ്കിലും അർപ്പിച്ച് ദേവിയെ പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക.